അപ്പൂസ് ആ മെഷീൻ കൊണ്ട് കൊടുക്കാൻ പോയി. ആ ഇപ്പോൾ ഇങ്ങനെ കയറി വരും. ആ കുളിച്ചോ? കയറി പോകാം. വർക്ക് കഴിഞ്ഞിട്ടൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഇവിടെ രണ്ടാം വെച്ചു. പിന്നെ ഇവിടെ ഫില്ലിങ് വരും, ഇവിടെ ചെടികൾ വരും. അത് നമ്മളിനി ബാക്കിയും കൂടെ സെറ്റ് ചെയ്യാണ്ട്, കാരണം ഈ ഷിഫ്റ്റ് ചെയ്ത സാധനങ്ങൾ വരണം. ഈ ടേബിൾ ഇവിടെ വെച്ചു. ഇതിനകത്തുള്ള പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി, കാരണം ഷോ ഐറ്റംസ് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഈ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുള്ളതാണ്. ഇങ്ങനെ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ അവിടെ 2 ചെടി വെച്ചിട്ടുണ്ട്, പക്ഷേ സാധനങ്ങൾ മാറും കേട്ടോ. അതായത് ഫുള്ള് കൺജസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ മാറ്റി ഇനി ഇവിടത്തേക്ക് വന്നപ്പോഴത്തേക്കും ഈ ഒരു സ്പേസ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മൾ നേരെ കൊല്ലം പോകണം. കൊല്ലം പോയി സാധനം എടുത്ത് വരും. എടുത്ത് വന്നതിന് ശേഷമാണ് ഇനി നമ്മൾ അടുത്ത 3rd വീഡിയോ വരുന്നത് കേട്ടോ. റൂംസിൽ നമ്മൾ ഈ റൂം വരുമ്പം ഇതായിരുന്നില്ലല്ലോ ശരിക്കും കട്ടിൽ അപ്പുറത്തെ റൂമിലായിരുന്നു. അപ്പോൾ അപ്പുറത്തെ റൂമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, അലമാരി മാറ്റി വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സിങ് റൂം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റൂമിലേക്ക് ഡ്രസ്സിങ് റൂം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വരും ഈ റൂം, മനസ്സിലായി? അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്പേസിലൊക്കെ അലമാരകൾ വരും. സുന്ദരി ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ അലമാരയുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടുത്തെ ക്ലീനിങ് വർക്കുകൾ എല്ലാം തന്നെ കഴിഞ്ഞു. ടോയ്ലറ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു സോഫ സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഡൈനിങ് നമ്മൾ ഇവിടെ വെച്ചു. ഇനി ഇവിടെ വരുന്ന സാധനങ്ങൾ, ഇവിടെ ഒരു ഷെൽഫുണ്ട്, ഒരു എന്താ പറയുക, നമ്മൾ ക്രോക്കറി ഐറ്റംസൊക്കെ വയ്ക്കുന്ന ഒരു ഷെൽഫ് ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടുത്തെ ചെടികളെല്ലാം നമ്മൾ മാറ്റി. പക്ഷേ ചെടികളെല്ലാം നമ്മൾ അകത്ത് തന്നെ കയറ്റും കേട്ടോ. ഇവിടെ ഊഞ്ഞാൽ വരും. ഈ ഭാഗത്ത് നമ്മൾ ഒരു സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ പുറത്തുള്ള ചെടികളൊക്കെ നമ്മൾ ഇനി അകത്ത് കയറ്റാണ്ട് കയറ്റും. പുറം നമ്മൾ വന്നിട്ടാണ് ചെയ്യുള്ളൂ. പിന്നെ ആ റൂം നമ്മൾ സെറ്റ് ചെയ്ത റൂമിൽ ആളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ റൂമിൻ്റെ പരിപാടി കഴിഞ്ഞു. കിച്ചൺ ഫുള്ള് കഴിഞ്ഞു. നമ്മൾ ഷെൽഫെല്ലാം ഒതുക്കി ക്ലീൻ ചെയ്തു. ഇവിടെ ആ പാത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ അടുക്കി വെച്ചു. ഇങ്ങനെയാണ് നമ്മുടെ കിച്ചണിൽ. ഇനി ഇതിനകത്ത് സാധനങ്ങൾ വരും. അല്ലെങ്കിൽ സാധനങ്ങൾ വീട്ടിൽ സാധനങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ കുറച്ച് സാധനങ്ങളുള്ളത് മാത്രം നമ്മൾ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഗൈസ് ഈ ഭാഗം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എപ്പോഴും ഇതിൻ്റെ മേലെ കണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വർക്ക് കൊടുത്തേക്കുന്നുണ്ട്. എപ്പോഴും ഇവിടെ വെളിച്ചമായിരിക്കും. ഈ റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി കട്ടൊന്നും എവിടെ ഇട്ടിട്ടില്ല. കാരണം കട്ടനൊക്കെ എല്ലാം ഇടണമെങ്കിൽ നമുക്ക് കട്ട വരണം. ഇവിടെ ഒരു ചെടി വെച്ചു. കാരണം ഇത് ആ സാധനം മറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ടേബിൾ വെച്ചിട്ട് അവിടെ ഇത് വെച്ചത്. പിന്നെ നമ്മുടെ മാതാവിനെ യേശുവിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സോഫ ഈ കസേര ഇവിടുന്ന് മാറ്റും. കാരണം ഇവിടെയാണ് നമ്മുടെ പൂജ സാധനങ്ങളെല്ലാം വരുന്നത്. പിന്നെ കൃഷ്ണനൊക്കെ ഉണ്ട്, അവരൊക്കെ ഈ ഭാഗത്തേക്ക് വരും. അപ്പോൾ ഈ കസേരനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ തിരിച്ച് ഈ സ്പേസിലേക്ക് ഇവിടെ 2 കസേര ഇടുന്ന രീതിയിലേക്ക് ആക്കും. അവിടെ ഷെൽഫിലും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊരു ഫോട്ടോ വരും. പിന്നെ ഇവിടെ ചെടികൾ വരും. അതിലുള്ള ഇവിടെ ചെടികൾ വരും. ഇവിടെ ഒരു ഗ്രീൻ മാറ്റ് വരും. ഇതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ ഒരു വീട് ചെയ്യുമ്പം എന്ന് വെച്ചാൽ ക്ലീനിങ് മാത്രമല്ല ചെയ്യും, ഓർഗനൈസിങ് കൂടെ ചെയ്യും. കാരണം അടുക്കി പിറക്കി വെച്ച് ചെയ്യേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ അവർക്കൊരു ഇമോഷണൽ തോന്നുന്ന രീതിയിലാണ് നമ്മൾ വീട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ക്ഷീണുണ്ടാവില്ലല്ലോ, രാത്രി പോയ ക്ഷീണമായിരിക്കും. അപ്പം ഞങ്ങളെ അവിടെ പോയി പാക്ക് ചെയ്തിട്ട് ബുധനാഴ്ച തൊട്ടേ ഞങ്ങൾക്ക് തിരിച്ച് ഇവിടെ വരണം. എന്നിട്ട് പിന്നെ ഓർഗനൈസ് അത് 3rd വീഡിയോ. കൊല്ലം പോകുന്ന വീഡിയോ ഞാൻ നോക്കട്ടെ, ലൈവ് ഇടാൻ പറ്റുവാണെങ്കിൽ ലൈവ് വരാം. കാരണം അതായിരിക്കും നല്ലത്. വീഡിയോ എടുക്കുന്നേക്കാൾ എഡിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ട്രെയിനിലാണ് പോകുന്നത്, സ്ലീപ്പറിലാണ് പോകുന്നത്. കാരണം എനിക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാനാവില്ല, ഞങ്ങൾ കൊടുക്കവല്ലേ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് വീഡിയോ 3rd പാർട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഫിനിഷിങ്
പാർട്ട് വരത്തുള്ളൂ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ള കാര്യം. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വീഡിയോ എടുത്തു തരാനോ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ആളുകളില്ല. അപ്പോൾ അതുകൊണ്ടാണ് പോയി കുളിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ ഇറങ്ങാം. ഇപ്പം തന്നെ പോവാം. കാരണം നാളെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ബുധനാഴ്ച രാവിലെ വണ്ടി വരുള്ളൂ. മനസ്സിലായോ? നാളെ ചൊവ്വാഴ്ചയാണ്. നാളെ ഇവിടുന്ന് പോയാലും വൈകുന്നേരത്തേക്ക് എത്തുള്ളൂ. ഒറ്റ സമയം കൊണ്ട് പാക്കിങ് കഴിയത്തില്ല. അതുകൊണ്ട് ഇന്നിപ്പം നേരെ പോവുക. കിട്ടുന്ന ട്രെയിന് എറണാകുളം പോവുക. എറണാകുളം പോയിട്ട് അവിടുന്ന് കൊല്ലം ട്രെയിൻ മാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ രാത്രി നിങ്ങൾക്ക് ഉറങ്ങുകയും ചെയ്യാം, ക്ഷീണം ഉണ്ടാകത്തില്ല. കുളിക്കാൻ കയറിയപ്പോൾ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ചുമ്മാ വെറുതെ തമാശയ്ക്ക് എനിക്ക് പോയി കുളിക്കണം. ഞാനും കുളിച്ച് നല്ല ചൂടാണ്, ഭയങ്കര ചൂടാട്ടോ. ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്പേസ് ഇപ്പോൾ നമുക്ക് ഹാളിൽ ഈ സ്പേസ് ആദ്യം ഇവിടെ ഒക്കെ നിറയെ സാധനങ്ങളുണ്ട്. അങ്ങനെ കൺജസ്റ്റ് നല്ലതല്ല കേട്ടോ. ഇനി ഈ ലൈറ്റ് ഇവിടെ പുതുതായിട്ട് വന്നതാണ്. ഇത് ഞാൻ ലൈറ്റ് ഇട്ട് നോക്കട്ടെ. ഓഫ് ചെയ്തിട്ടുള്ളപ്പോൾ വൈറ്റ് വരും. ഇനിയൊരു വാം ലൈറ്റ് വരും. ഇനിയൊരു കളർ ലൈറ്റ് വരും. ഫുൾ കളറാണ്. പക്ഷേ കാണുന്നില്ല. പിന്നെ ബ്ലൂ ഒരു റെഡ് ക്രിസ്മസ് രാത്രി ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാൻ തിരിച്ച് വന്നിട്ട് രാത്രി കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ആ ലൈറ്റ്സിൻ്റെ ഭംഗി അറിയാൻ പറ്റില്ല. രാത്രിയിലാണ് ഭംഗി അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കണം കേട്ടോ. പ്രാർത്ഥനയോടും കൂടെ സന്തോഷമായിട്ട് ഉള്ളത് കൊണ്ട് ജീവിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ലതിന് പൈസ മുടക്കി അറിയാതെ പോലും നമ്മൾ ചിലർക്ക് പൈസ കൊടുക്കും നല്ലതാണെന്ന് വിചാരിച്ചിട്ട്. നമ്മളത് നമ്മൾ കൊടുത്തു പോയല്ലോ എന്ന് വിചാരിക്കേണ്ട. നമ്മൾ നല്ലതിനായിട്ട് ചിന്തിച്ച് കൊടുക്കണം. അങ്ങനെ തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബൈ.